ഗെയിനിങ് റേഷ്യോ കാണാനുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കുക. 3 പാർട്ട്നേഴ്സാണ് ഉണ്ടായിരിക്കുന്നത്. എൻ, എസ് ആൻഡ് എൽ ആർ പാർട്ട്നേഴ്സ് ഇൻ ദി റേഷ്യോ ഓഫ് 3:2:1 അവർ ഷെയർ ചെയ്യുന്നത്. അതിൽ ആരാണ് റിട്ടയർഡ് ചെയ്ത് പോയേക്കണത്? ആദ്യത്തെ പാർട്ണർ എൻ റിട്ടയേഴ്സ്. എസ് ആൻഡ് എൽ ഡിസൈഡ് ടു കണ്ടിന്യൂ ദ ബിസിനസ് ഇൻ ദി റേഷ്യോ ഓഫ് 4:1. പഴയ ഫേം 3:2:1 എന്ന രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ആ ഫേമിൽ നിന്ന് ഒരാൾ ആ ഫേമിൽ നിന്ന് ഒരാൾ റിട്ടയർഡ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എസ്സും എല്ലും കൂടി ഏത് റേഷ്യോയിലാണ് ഫേം കണ്ടിന്യൂ ചെയ്ത് പോണത്? 4:1. അപ്പോൾ ഇത് ഓൾഡ് റേഷ്യോയും ഇത് ന്യൂ റേഷ്യോയും അല്ലേ? ഇത് ഓൾഡ് റേഷ്യോ, പഴയ പാർട്ട്നേഴ്സ് ഉള്ളപ്പോൾ ഓൾഡ് റേഷ്യോ, ഇത് ന്യൂ റേഷ്യോ. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഗെയിനിങ് റേഷ്യോ എങ്ങനെ കണ്ടുപിടിക്കണമെന്ന് നോക്കാം. മുൻ വർഷത്തെ ഒരു എക്സാമിന് വന്ന ഒരു ക്വസ്റ്റ്യന് 3 മാർക്കായിരുന്നു. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. നമുക്കിതെങ്ങനെ ചെയ്യണമെന്നുള്ളത് നോക്കാം. ഗെയിനിങ് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ ആണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിൽ 3 പാർട്ട്നേഴ്സിൻ്റെ പേര് എഴുതാം. എൻ, എസ്, എൽ. എന്നിട്ട് ന്യൂ റേഷ്യോ NR എന്ന് എഴുതാം. ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 4:1 ന്യൂ റേഷ്യോ. അപ്പോൾ എന്നിനില്ലല്ലോ, N റിട്ടയർഡ് ചെയ്ത് പോയില്ലേ. അപ്പോൾ എസിൻ്റെ 4/5 എല്ലിൻ്റെ 1/5. അതായത് 4:1 എന്ന് പറയുമ്പോൾ 4:1 മുകളിൽ എഴുതാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ഡിനോമിനേറ്ററായിട്ട് എഴുതണം. ക്ലിയർ ആയല്ലോ? ഇനി ഓൾഡ് റേഷ്യോ എത്രയാണ്? 3 പേര് ഓൾഡ് റേഷ്യോ തന്നിട്ടുണ്ട് 3:2:1. അപ്പോൾ നമ്മൾ അതും 3/6, 2/6, 1/6. അതായത് മുകളിൽ ന്യൂമറേറ്റർ ആ തന്നേക്കണ റേഷ്യോ എഴുതാം. 3 കൂടി ആഡ് ചെയ്തത് വേണം ഡിനോമിനേറ്ററായിട്ട് കൊടുക്കുവാൻ. ഇനിയിപ്പോൾ നമുക്ക് ന്യൂ റേഷ്യോയും കിട്ടി, ഓൾഡ് റേഷ്യോയും കിട്ടി. ഇനി നമുക്കത് അപ്ലൈ ചെയ്താൽ മതിയില്ലേ? ഇപ്പോൾ നമുക്ക് ആരുടെയൊക്കെ ന്യൂ റേഷ്യോ കാണാനുള്ള എസിൻ്റെയും എല്ലിൻ്റെയും. അപ്പോൾ എസ് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു എസിൻ്റെ ന്യൂ റേഷ്യോ എത്രയാണ്? 4/5. 4/5 മൈനസ് എസിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 2/6. 2/6. അത് കഴിയുമ്പോൾ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 4 × 6 മൈനസ് 2 × 5 ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 6 എന്ന് പറയുമ്പോൾ 24 വരും. 2 × 5 10, ഡിനോമിനേറ്റർ 30. അപ്പോൾ നമുക്ക് ആൻസർ 14/30 കിട്ടി. ഇനി അടുത്ത ആളാരാ? എല്ലിൻ്റെയാണ് ഗെയിനിങ് റേഷ്യോ കണ്ടത്. എല്ലിൻ്റെ ന്യൂ റേഷ്യോ എത്രയാണ്? 1/5. 1/5 മൈനസ് എല്ലിൻ്റെ ഓൾഡ് റേഷ്യോ എത്രയാണ്? 1/6. അപ്പോൾ 1/5 മൈനസ് 1/6. അപ്പോൾ നമുക്ക് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 1 × 6 മൈനസ് 1 × 5 ഡിവൈഡഡ് ബൈ 5 × 6. 6 മൈനസ് 5 30. അപ്പോൾ 1/30 കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ രണ്ടും ഒരുപോലെയാണ്. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല. ഇപ്പോൾ ഡിനോമിനേറ്റർ ഇപ്പോൾ 1/6 ആണെങ്കിൽ നമ്മൾ ഡിനോമിനേറ്റർ 30 ആക്കണം. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഇതിന് പകരം 1/6 ആണ് ഇവിടെ ലഭിച്ചതെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഡിനോമിനേറ്റർ 30 ആണല്ലോ. അപ്പോൾ നമ്മൾ ഇവിടെ 30 കിട്ടാൻ വേണ്ടി നമ്മൾ 5 കൊണ്ട് മുകളിലും താഴെയും ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് 5/30 കിട്ടും. ക്ലിയർ ആയോ? അതായത് ഡിനോമിനേറ്റർ രണ്ടിൻ്റെയും ഒരുപോലെ ആയിരിക്കണം. ഒരുപോലെ അല്ലെങ്കിൽ അതിലേക്ക് നിങ്ങൾ ആക്കണം. ഇതൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ഇതല്ല. ഇപ്പോൾ നമുക്ക് ഇവിടെ പ്രശ്നമൊന്നുമില്ല. 14:1 ആണ് നമ്മുടെ ഗെയിനിങ് റേഷ്യോ. അപ്പോൾ നമുക്ക് ഗെയിനിങ് റേഷ്യോ ഈക്വൽ ടു 14:1. വളരെ എളുപ്പമാണ്. നമുക്ക് ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചാൽ അത് ന്യൂ റേഷ്യോ മൈനസ് ഓൾഡ് റേഷ്യോ. ഇനി ഇപ്പോൾ ന്യൂ റേഷ്യോ ആദ്യം നമ്മുടെ ഇക്വേഷനിൽ ന്യൂ റേഷ്യോ ആണ് ഫസ്റ്റ് വേണ്ടതുകൊണ്ടാണ് ഞാനിവിടെ ആദ്യം ന്യൂ റേഷ്യോ ഓൾഡ് റേഷ്യോ എന്ന് എഴുതി. അപ്പോൾ നമുക്കത് ക്ലിയർ ആയിട്ട് ചെയ്യാൻ പെട്ടെന്ന് പറ്റും. ന്യൂ റേഷ്യോ ഇത്, ഓൾഡ് റേഷ്യോ ഇത്, എല്ലിൻ്റെ ന്യൂ റേഷ്യോ ഇത്, എല്ലിൻ്റെ ഓൾഡ് റേഷ്യോ ഇത്. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി നോക്കാം. ഈ രീതിയിലുള്ള ഗെയിനിങ് റേഷ്യോൻ്റെ ക്വസ്റ്റ്യൻ ഒരു 3 കൊല്ലം റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളിത് ശരിക്കും ചെയ്ത് പഠിക്കണം. ഞാൻ ലാസ്റ്റ് ഒരു പ്രോബ്ലം നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാനും തരുന്നതായിരിക്കും. നമുക്ക് ഗെയിനിങ് റേഷ്യോൻ്റെ വേറൊരു ടൈപ്പ് പ്രോബ്ലം ചോദിക്കാം. A, B and C were partners sharing profits and losses in the ratio of 5:4:3. B retires from the firm. Gaining ratio of the remaining partners will be. അതായത് 3 പേരുള്ള പാർട്ട്നേഴ്സ് അവർ ഏത് റേഷ്യോയിലാണ് ഫേം നടത്തിക്കൊണ്ട് പോയിരുന്നത്? 5:4:3 ആണ്. അതിൽ ആരാണ് റിട്ടയർഡ് ചെയ്ത് പോയത്? ബി റിട്ടയർഡ് ഫ്രം ദി ഫേം. അപ്പോൾ ബിയുടെ റേഷ്യോ എത്രയാണ് ഇവിടെ കിടക്കുന്നത്?
4 ആണ് കിടക്കുന്നത്. അപ്പോൾ ബി റിട്ടയർഡ് ആയി പോയി എന്ന് പറയുമ്പോൾ ബീനെ നമുക്ക് ഒഴിവാക്കാം. ഗെയിനിങ് റേഷ്യോ ഓഫ് ദി റിമൈനിങ് പാർട്ട്നേഴ്സ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ബി പോയി കഴിഞ്ഞാൽ ബാക്കി റേഷ്യോ എത്രയാണ് വരുന്നത്? 5:3 അല്ലേ? അപ്പോൾ നമുക്കിവിടെ ആൻസർ ഏതാ വരുന്നത്? 5:3 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ നമുക്ക് ന്യൂ റേഷ്യോ തരുന്നില്ല, ഓൾഡ് റേഷ്യോ മാത്രമേ തന്നിട്ടുള്ളൂ ക്വസ്റ്റ്യനിൽ. നേരത്തെ ക്വസ്റ്റ്യനിലും വ്യത്യാസമുണ്ട്, നിങ്ങളത് ശ്രദ്ധിച്ച് എഴുതാവുന്നതാണ്. വളരെ എളുപ്പത്തിൽ ഇതിന് മാർക്ക് സ്കോർ ചെയ്യാവുന്നതാണ്. ഇതിൽ 4:3 എന്ന് പറഞ്ഞു. ബി റിട്ടയർഡ് ചെയ്ത് പോയി, ബിയുടെ നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് എത്ര ബാക്കി വരുന്നത്? 5:3 ആണ്. അതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയില്ല? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ തരാമെന്ന് പറഞ്ഞായിരുന്നു. ആർ, എസ് and M were partners in a firm sharing profits in the ratio of 3:2:1. അതായത് ഓൾഡ് റേഷ്യോ എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? 3:2:1 ആണ്. എം റിട്ടയേർഡ് ഫ്രം ദി ഫേം ആൻഡ് ദ ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, അതായത് ന്യൂ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്? 3:2 ആണ്. ഓൾഡ് റേഷ്യോയും തന്നിട്ടുണ്ട്, ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. ഇത് ഏത് മോഡലിലാണ് നമ്മൾ ചെയ്യണത്? ഫസ്റ്റ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ മോഡലാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്, ഇതിലേതാണ് ആൻസർ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറയേണ്ടത്. ഫസ്റ്റത്തെ മോഡൽ നോക്കി ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യേണ്ടതാണ്.